നമസ്കാരം. ഷെക്കേന ന്യൂസിന്റെ സ്പെഷ്യൽ ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ കണ്ണീരും ജീവിതവും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലിട്ട് അത് കണ്ടന്റാക്കി മാറ്റി അതിന് ലൈക്കും റീച്ചും കിട്ടാനുള്ള വെറുമൊരു കച്ചവട വസ്തുക്കളാക്കി തരം താഴ്ത്തുന്ന ഡിജിറ്റൽ വേട്ടക്കാരുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മരണ വീട്ടിലേക്ക് കടന്നു ചെല്ലും, ആ വീട്ടിലെ കണ്ണീരും സങ്കടവുമൊക്കെ കണ്ടന്റാക്കി മാറ്റും, അതിലൂടെ ലൈക്കും ഷെയറും ഒക്കെ നേടി നിർവൃതി അടയും. ഒപ്പം തന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിലെ തകർച്ചയും എന്തിനേറെ പറയുന്നു, എന്ത് ചെയ്താലും നമുക്കറിയാം, പല ക്യാപ്ഷൻസും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ട്. ഇന്നയാൾ വെള്ളം കുടിക്കുന്നത് കണ്ടോ, അല്ലെങ്കിൽ ഇന്നയാൾ ഷൂവിൻ്റെ ലേസ് കെട്ടുന്നത് കണ്ടോ, ഇന്നയാൾ നടക്കുന്നത് കണ്ടോ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഡിജിറ്റൽ സംസ്കാരം തന്നെ അതിൻ്റെ ഒരു വല്ലാത്തൊരു അപജയത്തിലേക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള ഈ ഡിജിറ്റൽ ക്രൂരത കൊണ്ട് ഡിജിറ്റൽ വേട്ടക്കാർ അത്തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. നമുക്കറിയാം, ഒരു യഥാർത്ഥ ഒരു മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കണ്ണീരിന് പരിഹാരം കണ്ടെത്തുക, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുക എന്നതാണ്. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മാധ്യമപ്രവർത്തനം എന്ന ഓമന പേരിട്ടുകൊണ്ട് പലപ്പോഴും ഈ ഡിജിറ്റൽ യുഗത്തിൽ പലരും മറ്റുള്ളവരുടെ കണ്ണീര് തങ്ങളുടെ സ്വന്തം സ്വാർത്ഥ ലാഭത്തിനാക്കി അത് മാറ്റിയെടുക്കുന്നു. ശബ്ദമില്ലാത്തവരുടെ ദൈന്യത പലപ്പോഴും ഈ കൂട്ടർ മുതലെടുത്തുകൊണ്ട് തങ്ങളുടെ സ്വാർത്ഥ ലക്ഷ്യത്തിനു വേണ്ടി നടന്നെടുക്കുന്നു. ഈ വിഷയങ്ങളൊക്കെ തന്നെയാണ് ഇന്ന് ഷെക്കേന സ്പെഷ്യൽ ചർച്ചാ പ്ലാറ്റ്ഫോം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സുപ്രീം കോടതി അഡ്വക്കേറ്റ് ശ്രീമതി ദീപ ജോസഫ്, ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകൻ ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം അഡ്വക്കേറ്റ് ദീപ ജോസഫ്, നമുക്കറിയാം ഈ ഒരു ഡിജിറ്റൽ സംസ്കാരം പലപ്പോഴും ഈ ഡിജിറ്റൽ വേട്ടക്കാരുടെ വേട്ടയ്ക്ക് പലരും ഇരയായി തീർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഓൺലൈൻ മാധ്യമ സംസ്കാരം, മാധ്യമം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റം, ഒരാളുടെ ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എന്തും കാട്ടിക്കൂട്ടാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് കൃത്യമായിട്ടുള്ളൊരു നിയന്ത്രണം അനിവാര്യതയില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമുക്കറിയാം, നടൻ സലീംകുമാറിന്റെ ആ മൃതസംസ്കാര ശുശ്രൂഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ ദുരനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം പ്രവണതയ്ക്ക് ഒരു കൃത്യമായിട്ടുള്ള ഒരു അറുതി വരുത്തുവാനുള്ള ഒരു സമയം അതിക്രമിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. സലീം കുമാറിന്റെ എന്ന് പറഞ്ഞപ്പോ എനിക്കൊന്ന് നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മളതല്ല, ഈ മലയാള ഒരു നമ്മുടെ സംസ്കാരം ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടിട്ട് ഇപ്പോ എല്ലാവരും, എനിക്ക് ഒന്ന് ഇതിന്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ കണ്ടന്റ് ഇട്ടിട്ട് അതിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കുറെ ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് അത് ആ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടി നമ്മൾ സംസ്കാരത്തെ അല്ല നമ്മുടെ എത്തിക്സ് ഒക്കെ മറന്നിട്ട് ഇപ്പൊ ഒരു ഡെഡ് ബോഡി അവിടെ കിടക്കുന്ന അതിനേക്കാട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് അവിടെ വരുന്നവരുടെ മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് ആരൊക്കെ കരഞ്ഞു, ആരൊക്കെ എത്ര വരെ കരഞ്ഞു, ആരൊക്കെ ചിരിച്ചു, അല്ലെ അവിടെ വന്നപ്പോ എത്ര പേര്, ഇതൊക്കെ ആരെയൊക്കെയോ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള ഒരു എന്റേതായ ദൗത്യമാണെന്നുള്ള രീതിയിൽ ഒരു തിരക്ക് കൂട്ടി നമ്മുടെ പണ്ടൊക്കെ ഒരു മരണ വീട്ടിലൊക്കെ ചെല്ലുമ്പോ നമുക്ക് അവിടെ പ്രാർത്ഥിക്കാൻ ചെല്ലുന്നു, അവരെ അവസാനമായിട്ടൊന്ന് കാണാൻ ചെല്ലുന്നു, ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പക്ഷെ ഇവിടെ ആ ദുഃഖത്തിൽ പങ്കുചേരാൻ വന്നവർ എത്ര പേരുണ്ടെന്ന് കണക്കെടുക്കുന്ന രീതിയിലേക്കാണ് നമ്മൾ സലീം കുമാറിന്റെ ഏറ്റവും ഒടുവിലത്തെ ആ ഒരു ദുരവസ്ഥ നമ്മൾ കണ്ടത്. അവിടെ ആ മകൻ, സ്വന്തം അപ്പൻ മരിച്ച് ഇനി ഏതാനും മിനിറ്റുകളിൽ, ഏതാനും മണിക്കൂറുകൾ മാത്രമേ തങ്ങളോടുകൂടി തങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു പിതാവുള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ പോലും അവിടെ നിന്നിട്ട് ആ മകന് പൊട്ടിത്തെറിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് നമ്മളത് കാണുകയാണ്. അത് ആ മകൻ ഈ കേരളത്തിലെ മലയാളി സമൂഹത്തോട് ആക്രോശിച്ചതല്ല, അവൻ റിക്വസ്റ്റ് ചെയ്തതായിട്ട് വേണേ കരുതാൻ. ഞങ്ങളെ ഞങ്ങളുടെ വഴിക്ക്, ഞങ്ങളുടെ സമാധാനത്തില്, ഞങ്ങളുടെ ഒരു സ്വകാര്യതയിലേക്ക് നിങ്ങൾ കടന്നു കയറരുതേ എന്ന് ആ മകന് സ്വന്തം അപ്പന്റെ ഡെഡ് ബോഡി മുന്നിൽ വെച്ചുകൊണ്ട് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നമ്മളെയൊക്കെ സംബന്ധിച്ചുള്ള അങ്ങേയറ്റം അപലപനീയം, നല്ല നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ്. അപ്പൊ ഇതിന് എന്തായാലും ഒരു അറുതി വരേണ്ടത് ഒരു ആവശ്യമാണ്. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഇന്നസെന്റ് മരിച്ച സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ സിനിമാ നടന്മാരുടെ കാര്യം മാത്രമൊന്നുമല്ല, ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്റെ ജീവിതത്തിലേക്ക്, എന്റെ പേഴ്സണൽ ലൈഫിലേക്ക്. ഞാനൊരു ഗവൺമെന്റ് എംപ്ലോയി അല്ല, ഞാൻ ആദ്യം ശമ്പളം മേടിക്കുന്നു, അല്ല എനിക്ക് ആരോടും അങ്ങോട്ട് കടപ്പാട് ഉത്തരവാദിത്വം ഉള്ള ഒരാളല്ല സമൂഹത്തിനോട് ഒഴിച്ച്. പക്ഷെ എന്നോട് പോലും ഈ മീഡിയ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പൊ എന്തായാലും
ഇപ്പം നമ്മള് റീസെന്റ് നമുക്ക് ഒരു 3 വർഷത്തെ തടവും 2 ലക്ഷം രൂപയും പെനാൽറ്റി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതൊരു നിയമമായിട്ട്, ഒരു പെർമനന്റ് നിയമമായിട്ട് ഇത് കൊണ്ടുവരികയും മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കുത്തിക്കയറാനായിട്ട് ആർക്കും അവകാശമില്ല അല്ലെ. നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ ഉണ്ട്, നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്ത് വരെയേ ഉള്ളൂ. അത് മാധ്യമപ്രവർത്തനമായാലും ശരി, ഇനി കണ്ടന്റ് മേക്കർ ആയാലും ശരി, ആരായാലും ശരി, XYZ ആരായാലും നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലേക്ക് ആവരുത്. അപ്പൊ അതിന് നിയമനിർമ്മാണം തന്നെ ആവശ്യമാണ്. അത് ആ രീതിയിലേക്ക് പോവുകയും ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി മേഡം, നമുക്കറിയാം ഇത്തരത്തിലുള്ള ഈ കണ്ടന്റുകൾ അല്ലെങ്കിൽ നമുക്ക് സോ കോൾഡ് കണ്ടന്റുകളൊക്കെ വർദ്ധിക്കുന്നതിന് പിന്നിൽ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് കണ്ടിങ്ങനെ ആസ്വദിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു തലമുറ ഇവിടെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടി അവിടെ ഇല്ലേ? അതിന് നമുക്കറിയാം ഇത്തരം വീഡിയോകളുടെ ഈ ലൈക്കും കമന്റും അല്ലെങ്കിൽ ഷെയറും ഒക്കെ കാണുമ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ ഇതിന് പ്രേക്ഷകരുണ്ട് അല്ലെങ്കിൽ ഇൻ ദ സെൻസ് കസ്റ്റമേഴ്സ് ഉണ്ട് എന്നതൊരു ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയല്ലേ? അപ്പൊ നമ്മുടെ സമൂഹത്തിന്റെ ഒരു മനോഭാവം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എത്രത്തോളം ഇങ്ങനെ അധപതിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഒരു നേർസാക്ഷ്യം തന്നെയല്ലേ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ വർദ്ധിക്കുന്നതിന് പിന്നിൽ? വളരെ ശരിയാണ്. എനിക്കൊന്നൊരു 10 വർഷം മുമ്പ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അന്ന് കണ്ടപ്പോൾ നമുക്കൊക്കെ ചിരി വന്ന ഒരു വീഡിയോ അല്ലെ ഒരു ഫോട്ടോ അതിങ്ങനെയായിരുന്നു. ഒരു ഡെഡ് ബോഡി കിടക്കുന്നു, ഫോട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു സിനിമാ നടി കയറി വരുന്നു. ഈ ഫോട്ടോഗ്രാഫർ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവസാനം ആ മനുഷ്യനെ അവരെ ആ കംപ്ലീറ്റ്ലി ഫോക്കസ് അയാളുടെ ക്യാമറ കണ്ണിലേക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി ഈ ഡെഡ് ബോഡിയുടെ മുകളിൽ കയറി നിൽക്കുന്ന ഒരു വീഡിയോ ഒരു 10 വർഷം മുമ്പ് വന്നപ്പോൾ നമ്മളൊക്കെ പൊട്ടിച്ചിരിച്ചു പോയി. പക്ഷെ ഇന്ന് സംഭവിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ ഇവർക്ക് വ്യൂവേഴ്സ് ഉണ്ട്, കമന്റും. അതുപോലെ തന്നെ നമ്മുടെ മനസാക്ഷി എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ എന്റെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ എന്റെ സ്വകാര്യതയിലേക്ക് വേറൊരാൾക്ക് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല എന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലും അല്ലെ, നമ്മുടെ സ്വകാര്യതയ്ക്ക് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ആ ഭരണഘടനയെ പോലും ഉല്ലംഘിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നത്തെ നിലവിലുള്ളത്. നമ്മളെ തൊട്ടില്ലെങ്കിലും തൊട്ടു എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മുട്ടി എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു കുറെ വൾഗാരിറ്റി അല്ലെ മനസ്സിന് കടുപ്പമുള്ള യൂത്ത് ആണോ, എനിക്ക് യൂത്തൊക്കെ പിന്നെ അവർക്ക് പിന്നെയും കുറച്ച് ഡീസൻസി ഉണ്ടെന്ന് തോന്നുന്നു. അതിനും അപ്പുറത്ത് ഇപ്പം സലിം കുമാർ മരിച്ചപ്പോ തന്നെ വളരെ നെഗറ്റീവ് ആയിട്ടൊരു കമന്റ് ഇട്ട കുറെ പേര് നമ്മൾ കണ്ടു. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒടുവിലത്തെ ഒരു ഇൻസിഡന്റ് ആയതുകൊണ്ടാണ് ഞാൻ ഈ പേരെടുത്ത് പറയുന്നത്. അപ്പോ ഏതിനും പണം, പ്രശസ്തി, അംഗീകാരം, പതിവിപ്പോ അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സംഭവത്തിൽ പോലും ആൾക്കാര് പ്രതികൂലിക്കുന്നവരും അനുകൂലിക്കുന്നവരും ലൈക്ക് ചെയ്യുന്നവരും ഷെയർ ചെയ്യുന്നവരും ഒക്കെ ധാരാളമാണ്. അപ്പൊ ഇതൊക്കെ തന്നെ ആയിരിക്കാം അവർക്ക് കൂടുതൽ പ്രോത്സാഹനമെന്ന്. അപ്പൊ അതിന്റെയൊക്കെ മെയിൻ ആയിട്ട് നമ്മുടെ മൂല്യങ്ങൾ കാറ്റിൽ പറന്നുപോയി. നമ്മുടെ എവിടെയൊക്കെയാണോ നമ്മൾ നമ്മളെ തന്നെ ഒരു അടക്കി അല്ലെ ഒരു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പറ്റുന്ന ആ സമൂഹം, മലയാളി സമൂഹം ഇന്നാകെ മാറി എന്ന് വേണം പറയാൻ. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ജോൺസൺ കൊച്ചുപറമ്പ്, നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ മൊബൈൽ ജേർണലിസം ഒക്കെ ഇങ്ങനെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. നിരവധി പേർ ഈ ഒരു മൊബൈൽ കയ്യിൽ കിട്ടിയാൽ പിന്നെ മാധ്യമപ്രവർത്തകനാണ് അല്ലെങ്കിൽ ഒരു മീഡിയ പേഴ്സൺ ആണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അത്തരമൊരു സാഹചര്യം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ഒരു ഔചിത്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ആ ഔചിത്യത്തിന്റെ ഒരു ലെവല് ഒരു ഭയാനകമാം വിധത്തിൽ നമ്മുടെ ഈ മേഖലയിൽ, പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖലയിൽ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. അങ്ങ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ്. ഇതിനെയൊക്കെ നമ്മൾ മാധ്യമ പ്രവർത്തനം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുമോ, ശ്രീ ജോൺസൺ കൊച്ചുപറമ്പൻ? മേഡം പറഞ്ഞു തന്നെയാണ്. അതായത് നമ്മുടെ മൂല്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ അധപതനം. നമ്മൾ ഇതിനെ സോഷ്യൽ മീഡിയയുടെ ഉപഭോഗത്തിന്റെ ഒരു വശം മാത്രമായിട്ട് കണ്ടാൽ മതി. സോഷ്യൽ മീഡിയയിൽ കൂടെ ഈ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർക്ക് വേണ്ടത്ര പരിജ്ഞാനമില്ല, അവർക്ക് കൃത്യമായി കാര്യങ്ങൾ വിവേചിച്ചറിയാൻ കഴിയുന്നില്ല. അതൊക്കെ ശരിയാണ്. പക്ഷേ സോഷ്യൽ മീഡിയ അവർ ഉപയോഗിക്കുന്നതിൽ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവർക്ക് സമൂഹത്തോട് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അവർ വിനിയോഗിക്കുന്നത്. അത് എപ്രകാരം വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ സോഷ്യൽ മീഡിയയെ മാത്രം കുറ്റം പറയാൻ പാടില്ല. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇപ്പോ ഈ ടെലിവിഷനിൽ നിന്നും നേരിട്ട് വാർത്തകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ പ്രോഗ്രാമുകൾ കണ്ടുകൊണ്ടിരുന്ന ഒരു തലമുറ, അത് മാറിയിട്ട് ഇപ്പോൾ മൊബൈൽ ഫോണിൽ നമുക്ക് ബസ് സ്റ്റാൻഡിൽ ഇരുന്നാലും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ മൊബൈൽ ഫോണിൽ നമ്മുടെ മാധ്യമങ്ങളെ ഈ സാറ്റലൈറ്റ് ചാനലുകളുള്ള പ്രോഗ്രാമുകളൊക്കെ കാണാവുന്ന സംവിധാനം.
അങ്ങനെ വന്നപ്പോൾ അത്തരം മാധ്യമങ്ങളുടെ തന്നെ പൊതു പേജിലും സോഷ്യൽ മീഡിയ പേജിലും ഇത്തരം റീലുകൾ അവർ എടുത്തിടുകയാണ്. ഞാൻ ഓർക്കുന്നു, ബഹുമാനായ നമ്മുടെ നടൻ ശ്രീനിവാസൻ, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ധ്യാൻ ശ്രീനിവാസൻ, അദ്ദേഹം നടനാണ്, അദ്ദേഹം കരയുന്നതാണ് അന്നത്തെ ഏറ്റവും വലിയ റീൽ. ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ റീലാണ് ഞാൻ പറയുന്നത്. ധ്യാൻ കരയുന്നതല്ലേ, കരയേണ്ടതല്ലേ? ധ്യാന്റെ ആരാണ് മരിച്ചത്? ധ്യാൻ സിനിമാ നടനാണോ അല്ലയോ എന്നുള്ളതല്ല, ആ മകന്റെ അച്ഛനാണ് മരിച്ചത്. അവൻ കരയും. ആ കരച്ചിൽ എന്താ പ്രത്യേകത? ഞാൻ കരയുന്നത് പോലെയും ജോർജ് കരയുന്നത് പോലെയും അഡ്വക്കേറ്റ് ദീപ കരയുന്നത് പോലെയും നമ്മുടെ ഉറ്റവർ മരിക്കുമ്പോൾ നമ്മൾ കരയുന്നത് പോലെയുള്ളൂ ആ കരച്ചിലും. ആ കരച്ചിലിനെ വിൽപ്പന ചരക്കാക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണ വീട് ഒരു വേർപാടിന്റെ, ദുഃഖത്തിന്റെ, സങ്കടങ്ങളുടെ, ഒറ്റപ്പെടലുകളുടെ, നഷ്ടബോധങ്ങളുടെ ഒക്കെ ഒരു ഇടമാണ്. അവിടെ ഉയരുന്നത് പ്രാർത്ഥനകളാണ്. ഏത് സമുദായത്തിൻ്റെതുമാകട്ടെ, അവിടെ ഉയരുന്നത് പ്രാർത്ഥനകളാണ്. ചിലവർ ഉച്ചത്തിൽ പ്രാർത്ഥിക്കും, ചിലർ മനസ്സിൽ പ്രാർത്ഥിക്കും. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായി ഈ മൃതദേഹത്തിനകത്ത് അടുത്തിരിക്കുന്നവരുടെ മനസ്സിന്റെ വികാരങ്ങൾ എന്താ? അത് അവിടെ ചെല്ലുന്നവർ മാനിക്കാൻ പഠിക്കണം. എന്തിനാണ് ജോർജി ഒരു മരണ വീട്ടിൽ പോകുന്നത്? ഓ, നമ്മുടെ അയൽവക്കത്തോ അല്ലെ നമ്മുടെ ബന്ധുക്കളിലോ അല്ലെ നമുക്ക് പരിചിതരായ ഒരാൾ മരിക്കുന്നു, നമ്മൾ എന്തിനാണ് പോകുന്നത്? നമ്മൾ അവിടെ ചെന്നെന്ന് ഈ മരണപ്പെട്ട ആൾ അറിയുന്നുണ്ട്? ഇല്ല. ഇതൊരു മാനുഷികമായ ധർമ്മമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. മനുഷ്യന്റെ നമ്മോടൊപ്പം ജീവിച്ചിരുന്ന, നമ്മെ പോലെ ജീവിച്ചിരുന്ന, നമ്മുടെ ഇടയിൽ ഒരാളായിരുന്ന ഒരാളുടെ വേർപാടിൽ ആ മനുഷ്യനോടുള്ള അന്തിമ ഉപചാരം എന്നാണല്ലോ പറയുന്നത്. അവസാനമായി അന്തിമമായ ഉപചാരം ആ മനുഷ്യന്റെ മൃതദേഹത്തോട് ഏറ്റവും ആദരവ് കാണിക്കാനാണ് നമ്മൾ പോകുന്നത്. റീത്ത് വയ്ക്കുന്നതും പൂക്കൾ വയ്ക്കുന്നതും കത്തിയിടുന്നതും പ്രാർത്ഥിക്കുന്നതും എല്ലാം ആ മനുഷ്യന്റെ ജീവിതത്വം, ഇത്ര നാൾ ഇവിടെ ജീവിച്ച മനുഷ്യനോടുള്ള നമ്മുടെ അന്തിമമായ ഉപചാരം, അതാണ് സമർപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോ ഈ സെലിബ്രിറ്റികളുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. സെലിബ്രിറ്റികൾ മരിക്കും, മരണം സ്വാഭാവികമാണ്. സ്വാഭാവികമായും സെലിബ്രിറ്റികളുടെ മരണത്തിൽ അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദമായിട്ടുള്ളവര്, അദ്ദേഹത്തെ അറിയുന്നവര്, താരാരാധന കൂടുതലുള്ളവർ ഒക്കെ വരും. ആ വരുന്നവരുടെ ഉദ്ദേശം ഇതായിരിക്കണം: എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട നടൻ അല്ലെങ്കിൽ നടി അല്ലെങ്കിൽ സെലിബ്രിറ്റി, അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണുക, അന്തിമ ഉപചാരം അർപ്പിക്കുക. ഈ ഫീലിങ്ങോട് കൂടി ഇവിടെ വരാൻ. ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ മരണ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടാകേണ്ട വികാരം ആ മനുഷ്യനോടുള്ള ആദരവ് അവസാനമായി അർപ്പിക്കാൻ കിട്ടുന്ന അവസരം. നമുക്കറിയാമല്ലോ, നമ്മുടെ തിരുവനന്തപുരത്തെ VGT ഹാളിലൊക്കെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരിലൊക്കെ വരുമ്പം മണിക്കൂറുകൾ ക്യൂ നിന്നാണ്, അല്ലെ, പ്രഗത്ഭരായവർ മരിക്കുമ്പോൾ മണിക്കൂറുകൾ ക്യൂ നിന്നാണ് പ്രഗത്ഭരായവർ പോലും ചെന്ന് ഒരു സെക്കൻഡ് കാണുന്നത്. ഒരു സെക്കൻഡൊക്കെ കാണാൻ അവസരം കിട്ടുള്ളൂ. അത്ര തിരക്കായിരിക്കും. എന്തിനു വേണ്ടിയാ അത്ര നേരം ക്യൂ നിന്ന്? വലിയ ഉദ്യോഗസ്ഥന്മാര്, വലിയ പൊതുപ്രവർത്തകര്, സെലിബ്രിറ്റികളൊക്കെ ക്യൂ നിന്ന് പോയി ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് എന്തിനാ നിൽക്കുന്നത്? അന്തിമമായ ഉപചാരം അർപ്പിക്കുക ഏറ്റവും മഹത്തായ മാനുഷിക കടമ നിർവഹിക്കുക. അത് മാറി അവിടെ ചെല്ലുന്നവരുടെ ലക്ഷ്യം തന്നെ തെറ്റിയിരിക്കുന്നു. മരണപ്പെട്ട വ്യക്തിയെ കാണുവാനോ അന്തിമ ഉപചാരം അർപ്പിക്കുവാനോ അവരുടെ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോട് സഹതാപം പറയുവാനോ അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാനോ അല്ല ഇപ്പോൾ പോകുന്നത് ബഹുഭൂരിപക്ഷവും. മറിച്ച് അവിടെ ഒരു ആഘോഷം കാണാൻ മറ്റ് സെലിബ്രിറ്റികൾ വരും. ആ സെലിബ്രിറ്റികളുടെ വരവൊന്ന് ആഘോഷമാക്കണം. അവിടുത്തെ വികാര പ്രകടനങ്ങൾ ഇപ്പോ നടന്മാരിൽ അല്ലെ നടിമാരിൽ തന്നെയാണെങ്കിലും ചിലർ തമ്മിൽ വളരെ ആത്മബന്ധം കാണും. ഈ മരണപ്പെട്ട വ്യക്തിയോട് അവര് ഒരേ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നതിനേക്കാൾ അധികമായി ചില അടുത്ത വ്യക്തിബന്ധങ്ങൾ കാണും. ഇപ്പോ ഈ നമ്മുടെ സലീം കുമാർ മരിക്കുമ്പോൾ നാദിർ ഷാ അടക്കമുള്ളവര് അല്ലെങ്കിൽ ദിലീപ് അടക്കമുള്ളവര്, അവരൊക്കെ ഏറ്റവും അടുത്ത സിനിമാ മേഖലയിലെ സുഹൃത്തുക്കളായിരുന്നു. അവർക്കൊക്കെ കാലം അധികമായ വികാരങ്ങൾ അവിടെ ഉണ്ടാവും, സ്വാഭാവികമാണ്. ആ വികാരങ്ങളെ കച്ചവടച്ചരക്കാക്കരുത്, കച്ചവടമാക്കി മാറ്റരുത്. ആ മാറ്റുന്ന സംസ്കാരം മലയാളിക്ക് നല്ലതല്ല. ഇത് നാളെ നമ്മുടെ വീടുകളിലും വരാം. നമ്മുടെ വീടുകളിലും വരാം. നമ്മുടെ ഒരു ആൾ മരിക്കുമ്പോൾ
ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരാൾ വരുന്നതിനെ അതിങ്ങനെ ആഘോഷമാക്കി കൊണ്ടു നടക്കുന്നത് നമ്മളെ പിറ്റേ ദിവസം ഈ മരണവും മൃതസംസ്കാരവും ഒക്കെ കഴിയുന്നതിന്റെ പിറ്റേ ദിവസം എത്രമാത്രം വേദനിപ്പിക്കും ഇതൊക്കെ കാണുമ്പോൾ. അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം, വിവരം പൊതുസമൂഹത്തിൽ ഉണ്ടാവണം. മാധ്യമങ്ങളായിട്ട് കൈകാര്യം ചെയ്യുന്നത് ആ പക്വത, അതാണ് ആ പക്വത കാണിക്കണം എന്നാണ് എനിക്ക് പറയുന്നത്. അഡ്വക്കേറ്റ് ദീപ, നമുക്ക് ഇതിൻ്റെ അകത്ത് മറ്റൊരു വശം കൂടി ചിന്തിച്ച് നോക്കുമ്പോൾ, ഇപ്പോൾ നേരത്തെ ശ്രീ ജോൺസൺ കൊച്ചുറപ്പൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഓൺലൈൻ മേഖല അല്ലെങ്കിൽ ഡിജിറ്റൽ മേഖല ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പലപ്പോഴും ഈ അനാവശ്യമായിട്ടുള്ളൊരു മത്സരബുദ്ധി, നമ്മൾ കാലങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ മാധ്യമ മേഖലയിൽ ആരോഗ്യകരമായിട്ടുള്ളൊരു പ്രവണത ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാവരും ഒന്ന് ചേർന്നത് വേണ്ട നോ പറയാനുള്ള ഒരു തൻ്റെ ഇടമുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഈ TRP റേറ്റിംഗ് അല്ലെങ്കിൽ മറ്റ് പല വിഷയങ്ങൾ, മത്സരബുദ്ധി അല്ലെങ്കിൽ എക്സ്ക്ലൂസീവിന് വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങൾ, അങ്ങനെയുള്ള ഓട്ടത്തിനിടെ പലപ്പോഴും പലരും മുറിയപ്പെടുന്ന ഒരു അവസ്ഥ ഈ തെറ്റായിട്ടുള്ള വാർത്തകളിലൂടെ അല്ലെങ്കിൽ വ്യാജ വാർത്തകളിലൂടെ, ഇത്തരത്തിലുള്ള ചില ദൃശ്യങ്ങളിലൂടെ ജീവിതകാലം മുഴുവൻ അതിൻ്റെ ഒരു ട്രോമ ഇങ്ങനെ അത് ഉള്ളിൽ പേറി കഴിയേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ അനാവശ്യമായിട്ടുള്ള മത്സരബുദ്ധി അത് തീർച്ചയായിട്ടും ഒരു നിയന്ത്രിക്കേണ്ട ഒരു സമയമായിട്ടില്ലേ അഡ്വക്കേറ്റ് ദീപ? ഞാൻ അതിലേക്ക് തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു 2026 ഫെബ്രുവരിയിൽ ഞാൻ സുപ്രീം കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തത് അത് വളരെ വല്ലാതെ മിസ് ഇന്റർപ്രറ്റ് ചെയ്ത ഒരു വിഷയമായിരുന്നു. അപ്പൊ അന്ന് ഞാൻ അവിടെ വളരെ വ്യക്തമായിട്ട് റിട്ടിൽ നമ്മുടെ പ്രെയർ ഒന്ന് മെയിൻ ആയിട്ടും ഈ മാധ്യമങ്ങൾക്കൊരു വിലക്ക്, മാധ്യമങ്ങൾക്കൊരു ഗൈഡ് ലൈൻ കൊടുക്കണം. ഇതുപോലെ ഈ മനുഷ്യരെ വേദനിപ്പിക്കുന്ന, ട്രോമയിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദനകളെ അതൊരു നാണയത്തൊട്ടാക്കി മാറ്റി അതൊരു കണ്ടന്റ് മേക്ക് ചെയ്തിട്ട് അതൊരു ഫിനാൻഷ്യൽ ഇതിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം. ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളെ, ചിലപ്പം നമ്മൾക്ക് ശ്രീനിവാസന്റെ അവിടെ പ്രശ്നം നടന്നപ്പോ എനിക്കൊന്ന് ധ്യാനിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ ധ്യാൻ എഴുന്നേറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്? മുഖ്യമന്ത്രി അല്ല, എന്റെ അപ്പനാണ് മരിച്ചു കിടക്കുന്നത്, അതാണ് അവന്റെ മനോഭാവം. അപ്പൊ മുഖ്യമന്ത്രി വന്നിട്ട് എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാക്കിയ മീഡിയയെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സലീം കുമാർ മരിക്കേണ്ടവനായിരുന്നു എന്ന് പറഞ്ഞ് വാർത്തകളല്ല, ട്രോളുകൾ ഉണ്ടായത് നമ്മൾ കണ്ടു. സലീം കുമാറിന്റെ മകൻ അന്ന് അങ്ങനെ ഒരു കാര്യത്തിൽ പ്രതികരിക്കേണ്ടി വന്നെങ്കിൽ ആ ക്യാമറ കണ്ണുകളെല്ലാം അല്ലെ ക്യാമറ ലൈറ്റുകൾ ഒന്നിച്ച് അവരുടെ മുന്നിലേക്ക് നീട്ടിയപ്പോൾ ആകെ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആത്മബന്ധം നമ്മൾ കണ്ടതാണ്. ഇതിനെല്ലാം നമുക്ക് തടയിടാനായിട്ട് ഉറപ്പായിട്ടും മീഡിയയ്ക്ക് എവിടം വരെ പോകാം, എന്താണ് സത്യത്തിനെ ഒരു തരിമ്പ് പോലും ഇല്ലാതെ, ഞാൻ പറയുമ്പോൾ സോറി ടു സേ, മീഡിയക്ക് ഇന്ന് നമ്മൾ ഗൂഗിളിന്റെ ലെൻസ് വെച്ച് നോക്കേണ്ടിയിരിക്കുന്നു ഈ പറയുന്ന മീഡിയയിലൊക്കെ സത്യത്തിന് എന്തെങ്കിലും തരിമ്പുണ്ടോ എന്ന്. ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ മീഡിയയൊക്കെ ആരാണ് ഈ ഇതുപോലൊരു കെട്ടഴിച്ചു വിട്ട പശുവിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഇന്ന് മീഡിയ. എനിക്കറിയാം, ഞാനിങ്ങനെ എൻ്റെ ഒരു വാക്കുകള് ഈ രീതിയിൽ ഞാൻ പ്രയോഗിക്കപ്പെടുമ്പോൾ ഇതും എനിക്ക് നാളെ വളരെ വിചിത്രമായിട്ട് തോന്നാം, പരിഹസിക്കുന്നവരുണ്ടാവും. പക്ഷെ ഇത് സത്യമാണ്. എനിക്ക് തോന്നുന്നു ജോൺസൺ ചേട്ടന് ഞാൻ പറയുന്നതോട് യോജിക്കും എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതൊരു കെട്ടഴിഞ്ഞു പോയ പശു പോലെയായി. ഇനി ഇതൊന്ന് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ കുത്തഴിഞ്ഞ് ഈ പുസ്തകം ഉറപ്പായിട്ടും ഇത് തുന്നിക്കെട്ടിയില്ലെങ്കിൽ ഇത് ഒരുപാട് പേരുടെ ജീവൻ എടുക്കും എന്നല്ല, നമ്മൾ ഇനി ഈ മീഡിയയിൽ വിശ്വസിക്കാൻ അല്ലെങ്കിൽ മീഡിയ കാണാതിരിക്കുന്ന ഇപ്പൊ ആൾക്കാരെ കൂടി മാറി തുടങ്ങി. അപ്പൊ ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഇതിനെ തടയിടേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പൊ 2026 മെയ് മാസം 22-ാം തീയതി VD സതീശൻ മുഖ്യമന്ത്രി അദ്ദേഹം ചാർജ് ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ട് കേരള ഹൗസിൽ വന്നതാണ്. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ നിന്ന് മുറവിളി കൂട്ടിയ ആളാണ് ഞാൻ. അപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം തീർച്ചയായിട്ടും എനിക്ക് ആകാംക്ഷയും അതുപോലെ തന്നെ ആ ഒരു സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ രാത്രിയിൽ അവിടെ നിന്ന് പോയതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ മാധ്യമ വിചാരണ അല്ലെങ്കിൽ മീഡിയയുടെ ദ്രോഹം ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്ക് ഈ ഒരു സിറ്റുവേഷന് നമ്മൾ അപ്പുറം ഇപ്പുറം ഒന്നും സംസാരിക്കാതെ തന്നെ എന്നിൽ നിന്ന് തുടങ്ങാം. ഞാൻ വിചാരിക്കും ഞാൻ ഇതിന്റെ ഏറ്റവും മുമ്പിൽ തന്നെയുണ്ട്. ഈ മീഡിയയുടെ ഈ രീതിയിലുള്ള കടന്നുകയറ്റം അവസാനിപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിയമത്തിന്റെ വഴിയിലൂടെ ഞാൻ ഓൾറെഡി നീങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇനിയും
ഒരു നിയമം എല്ലാവർക്കും ബാധകമായി എത്തിക്സോടുകൂടി എവിടം വരെ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള മറ്റ് സംഭവങ്ങൾ, അപ്പൊ ഇതെല്ലാം എവിടം വരെ എത്തണം എന്നുള്ളതിന്റെ ഒരു ഗൈഡ് ലൈൻ നമുക്ക് വളരെ അനിവാര്യമാണ്. അതിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉണ്ടാവും. അത് അനിവാര്യമായിട്ട് നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടി വേണം, പലപ്പോഴും ഇത്തരം വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം വേട്ടയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം ഡിജിറ്റൽ ക്രൂരതയ്ക്ക് ഇരയാക്കപ്പെടുന്നവർ ഈ ഒരു പരാതിയിലേക്ക് അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടുള്ള, നേരത്തെ അങ്ങ് പറഞ്ഞു തീർച്ചയായിട്ടും ഒരു നിയമപരമായ പോരാട്ടത്തിന് അങ്ങ് മുന്നിൽ തന്നെ ഉണ്ടാകും. പക്ഷേ ആ ഇരകൾ പലപ്പോഴും ഒരു പരാതിയിലേക്കോ അത്തരം കാര്യങ്ങളിലേക്കോ പോകാൻ ഒരു വിമുഖത കാണിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഈ നിയമത്തിന്റെ നൂലാമാലകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു കോംപ്ലിക്കേഷൻ അതൊക്കെ ഓർത്തിട്ടാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പലപ്പോഴും ഇരകൾ അങ്ങനെ ഒരു മനോഭാവം സ്വീകരിക്കാൻ ഇടയാകുന്നത്? ഞാൻ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ പരാതി ഒന്ന് FIR ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു അഡ്വക്കേറ്റായി ഞാൻ നിയമപരമായിട്ട് ഒന്ന് മുന്നോട്ട് പോകാൻ ഒരു അഭിഭാഷകയായി എനിക്ക് പോലും ഒത്തിരി അധികം കടമ്പകൾ കടക്കേണ്ടി വരുന്നു. ഞാനിത് പോയിട്ട് ഒരു ദിവസം മുഴുവൻ എന്റെ ഒരു ദിവസം മുഴുവൻ എന്നോടൊപ്പം 3 പേരുണ്ടായിരുന്നു. ആ 3 പേരുടെ ഒരു ദിവസം മുഴുവനാണ് അന്ന് പോലീസ് സ്റ്റേഷനിൽ ചെലവഴിക്കേണ്ടി വന്നത്. എന്ത് തന്നെ ആയാലും ഇതിന്റെ പിന്നിൽ നിന്ന് ഞാൻ പിന്മാറില്ല എന്ന എന്റെ ആത്മവിശ്വാസവും ആത്മധൈര്യവും, പിന്നെ ഒപ്പം എന്നോടൊപ്പം കുറെ ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എനിക്ക് സപ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വെളിച്ചത്തില്ല ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോയത്. ഈ ഒരു സംഭവങ്ങൾ ആത്മധൈര്യവും ആത്മവിശ്വാസവും പിന്നെ അതുപോലെ തന്നെ ഇത്രയും ഒരു പിന്തുണയും ഒക്കെ എല്ലാവർക്കും ഉണ്ടായാൽ മാത്രമല്ലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പോലീസുകാരിതൊന്ന് FIR ആക്കിയിടാൻ, അതല്ല ഈ കള്ളക്കേസ് കൊടുക്കാൻ ഒരു വേദന ചെയ്തേനെ. ഇതൊരു സത്യസന്ധമായ പരാതി ആയതുകൊണ്ട് അതിലേക്ക് നീങ്ങാനായിട്ടുള്ള നൂലാമാലകളെ ഓർക്കുമ്പോൾ ആൾക്കാർ വിചാരിക്കും, ഓ ഇതിനൊന്നും പോകണ്ട. അന്ന് ഞാൻ എത്ര പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിട്ടാണ് ഡൽഹിയിൽ നിന്ന് തന്നെ, ഡൽഹിയുടെ ഹൃദയഭാഗത്തു നിന്ന് തന്നെ, ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷക എന്ന നിലയിൽ എനിക്ക് തന്നെ പോകേണ്ടി വന്ന വഴികളും എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും ചോദിച്ചു, ഇതെന്തൊരു കഷ്ടമല്ലേന്ന്. വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള, നമ്മളെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കുന്ന ഒരു പോലീസുകാര് അല്ലെ പോലീസ് സ്റ്റേഷന്, പോലീസ് ഓഫീസേഴ്സ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ആൾക്കാർ മുന്നോട്ട് വരാൻ ധൈര്യപ്പെടുന്നില്ല. അവരുടെ സമയം, മാനനഷ്ടം, അതുപോലെ ഒത്തിരി കുടുംബ പശ്ചാത്തലം, കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട്, ഇതെല്ലാം വേണ്ടി വരും. ഇതെല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റി. എല്ലാവർക്കും അങ്ങനെ ഒരു സാഹചര്യം അല്ലല്ലോ. അതെ, വ്യക്തമാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അഡ്വക്കേറ്റ് ദീപ പങ്കുവച്ചത്. ഏറ്റവും ലാസ്റ്റായിട്ട് ശ്രീ ജോൺസൺ കൊച്ചുപറമ്പിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാ മേഖലയിലും ഒരു ന്യൂജൻ എന്ന ഒരു വാക്ക് ഇപ്പോൾ സുപരിചിതമാണ്. നമ്മുടെ മാധ്യമ മേഖലയിലും ഒരു ന്യൂജൻ സ്വഭാവമൊക്കെ കടന്നു വന്നിട്ടുണ്ട്, ന്യൂജൻ ശൈലി അല്ലെങ്കിൽ ന്യൂജൻ റിപ്പോർട്ടിംഗ് എന്നൊക്കെ. അപ്പോൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കറിയാം നമ്മൾ ഈ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ ന്യൂജൻ അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ മാധ്യമ പ്രവർത്തകർ പാലിക്കേണ്ട ഒരു സാമാന്യമായിട്ടുള്ള ഒരു മര്യാദ, ഒരു ഔചിത്യം, അതിനെപ്പറ്റി അങ്ങൊന്ന് പങ്കുവയ്ക്കാം ശ്രീ ജോൺസൺ. ഞാൻ അതിനെ ഈ ന്യൂജൻ മാധ്യമ പ്രവർത്തകർ എന്നുള്ള നിർവചനത്തിൽ കാണുന്നില്ല. കാരണം ഇപ്പൊ ഞാനൊരു പേര് പറയുന്നത് അദ്ദേഹത്തെ ഉയർത്തി കാണിക്കാൻ, മറുനാടൻ മലയാളി. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു റീല് ഇത്തരത്തിൽ വരുന്നത് കണ്ട, കേരളം ഇന്ന് ഏറ്റെടുക്കുന്ന ഏതെങ്കിലും നല്ല നിലവാരമുള്ള മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഏതെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇതാരാ? ഇത് യൂട്യൂബിലൊക്കെ വ്ളോഗർമാരായിട്ട് ഇറങ്ങുകയും ഇത്തരം ചെറിയ ചെറിയ ക്ലിപ്പിങ്ങുകൾ ഇട്ട് അതിന് ഈ പറഞ്ഞതുപോലെ റേറ്റിംഗ് കൂട്ടിക്കൊണ്ട് ധനസമ്പാദനം, അതാണ് ലക്ഷ്യം. അതിനുവേണ്ടി ഇറങ്ങുന്നവരാ. ജോർജി, നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതു ഇടമുണ്ട്, സ്വകാര്യ ഇടമുണ്ട്. ഇപ്പൊ ഒരു പോലീസ് സ്റ്റേഷൻ, ഉദാഹരണം ഒരു പോലീസ് സ്റ്റേഷൻ പൊതു ഇടമാണ്. അവിടെ ഒരു മാധ്യമ പ്രവർത്തകന് കയറി ചെല്ലാൻ ആരുടെ അനുവാദം വേണ്ട, അവിടുത്തെ ഒരു ദൃശ്യങ്ങൾ എടുക്കാൻ ആരുടെ അനുവാദം വേണ്ട. പക്ഷേ ആ പൊതു ഇടത്തിൽ സ്വകാര്യ ഇടമുണ്ട്. അവിടെ ഒരു പോക്സോ കേസിൽ ഇരയായ ഒരു പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നു. ഒരു മാധ്യമപ്രവർത്തകർ അവിടെ ചെന്ന് അത് പൊതു ഇടമാണെന്ന് പറഞ്ഞ് ദൃശ്യങ്ങൾ പകർത്താൻ അനുവാദമുണ്ടോ? അവരുടെ ഇടി കിട്ടും, അകത്തും കിടക്കും. പൊതു ഇടത്തിൽ സ്വകാര്യ ഇടമുണ്ട്. ആ സ്വകാര്യത പഠിക്കണം നമ്മൾ ആദ്യം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇതുപോലെ നേരെ തിരിച്ചാൽ അവന്റെ സ്വകാര്യതയുണ്ട്, സ്വകാര്യ ജീവിതമുണ്ട്, അവന്റെ പൊതുജീവിതവുമുണ്ട്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടന്, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും ഉന്നതനായ നടനാണ്. അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിലേക്ക് നമുക്ക് അഭിപ്രായം പറയാം. അദ്ദേഹത്തിന്റെ സ്വകാര്യതകളിലേക്ക് കടന്നു ചെല്ലാൻ എനിക്കെന്ത് അവകാശം? അദ്ദേഹം കുളിമുറിയിലേക്ക് പോകുന്നതോ, അദ്ദേഹം ബന്ധുക്കളുടെ വീടുകളിലേക്ക് പോകുന്നതോ, അദ്ദേഹം ഒരു ചായ ഷോപ്പിൽ പോയിരുന്ന ആരോടെങ്കിലും സ്വകാര്യം പറയുന്നതോ
ഇവിടുത്തെ വാർത്താമാധ്യമങ്ങൾ പുറകെ പോകേണ്ടത്? ഇത് തിരിച്ചറിയണമെന്നേ. ഈ സ്വകാര്യത എന്താണ്? സ്വകാര്യ ഇടം എന്താണ്? ആ സ്വകാര്യത എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം അവകാശമാണ് ജോർജി. എന്റെ വീടിനുള്ളിലെ എന്റെ സ്വകാര്യത എന്റെയും എന്റെ കുടുംബത്തിന്റെയും മാത്രം അവകാശമാണ്. എന്റെ ബെഡ്റൂമിലെ എന്റെയും എന്റെ ഭാര്യയുടെയും സ്വകാര്യത അത് എന്റെ മാത്രം അവകാശമാണ്. എന്റെ മക്കൾക്ക് പോലും ആ മുറിയിൽ ആ പ്രത്യേക സമയങ്ങളിൽ കടന്നു വരാൻ അവകാശമുണ്ടോ? അതാണ് സ്വകാര്യത എന്ന് പറയുന്നത്. കൃത്യമായി നിർവചനം ഉണ്ടാവണം സ്വകാര്യത. മരണ വീട് സ്വകാര്യതയുള്ള വീടാണ്. അവിടെ പൊതുവിടമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പൊതുവിടമാണ്, ആൾക്കാർക്ക് ചെല്ലാം, അന്തിമോപചാരം വർദ്ധിക്കാം. പക്ഷെ അവിടുത്തെ സ്വകാര്യത എന്താണെന്ന് തിരിച്ചറിയണ്ടേ? അവിടെ കരയുന്ന പെൺകുട്ടിയുടെ മുഖമോ അവിടെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവമോ ഒപ്പിയെടുക്കാനാണോ അവിടെ നിൽക്കേണ്ടത്? എന്തൊരു വികൃതമായി കാണിക്കുന്നത്! ഇതാണോ ഒരു മാധ്യമധർമ്മവും അല്ലെങ്കിൽ ബ്ലോഗർമാരും കാണിക്കുന്നത്? ഞാൻ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ട്, കുട്ടിയുണ്ട്. ഇതേ ഒരു ദുരന്തം എനിക്ക് നാളെ ഉണ്ടാവും, ഇല്ലേ? എന്റെ വീട്ടിലൊരു മരണം നടക്കുമ്പോ എന്റെ ഭാര്യ ചിലപ്പോൾ ഇട്ടിരിക്കുന്ന വസ്ത്രവും കൊണ്ടായിരിക്കും പോയി ആ മരണത്തിൽ ഉമ്മ കൊടുക്കുന്നത്. ഭാര്യയുടെ ചില ശരീര അവയവങ്ങൾ ചിലപ്പോൾ അന്നേരം കാണാമായിരിക്കും. ഇതൊക്കെ ഞാൻ ചിന്തിക്കട്ടെ? മറ്റൊരാളുടെ ആ കണ്ണോടെ ഞാൻ കാണുമ്പോൾ എന്ത് വൃത്തികേടായി കാണിക്കുന്നത്! ഇതിനെയൊന്നും അങ്ങനെ ന്യൂജൻ മാധ്യമം എന്നൊന്നും പറഞ്ഞ് തള്ളാറാവില്ല. കൃത്യമായ നിയമം ഉണ്ടാകണം, കൃത്യമായ നിയമം ഉണ്ടാകണം. ഇവിടെ സോഷ്യൽ മീഡിയയിൽ കൂടി എന്തും എഴുന്നള്ളിക്കാം, എന്തും പറയാം, എന്തും ചിത്രീകരിക്കാം, എന്തും ടെലികാസ്റ്റ് ചെയ്യാം. അത് പറ്റില്ല ജോർജി. നമുക്കൊരു സംസ്കാരം ഇല്ലേ? ആ സംസ്കാരം നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കാമോ? കൃത്യമായ നിയമം ഉണ്ടാവണം. ഈ ഫോൺ എടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്നത് പോലെ ഈ ഫോൺ എടുക്കുന്നവനെല്ലാം മാധ്യമപ്രവർത്തകരാണെന്ന് പറഞ്ഞ് എന്തെങ്കിലും ദൃശ്യം കാട്ടുക, അറ്റവും മുറിയില്ലാതെ അത് പോസ്റ്റ് ചെയ്യുക, ഇതുപോലുള്ള ഏതെങ്കിലും സ്വകാര്യതകൾ എടുക്കുക, അതങ്ങോട്ട് ചെയ്യുക. ഇതൊക്കെ നിയന്ത്രിക്കപ്പെടണം, കുറ്റകരമാക്കണം. കൃത്യമായി നിയമം ഉണ്ടാക്കി ഇവരെയൊക്കെ ശിക്ഷിക്കണം. അല്ലാതെ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല. തീർച്ചയായും നമുക്ക് മ്ലേച്ഛകരം എന്നേ പറയാറുള്ളൂ. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എനിക്ക് ഇദ്ദേഹം ജോൺസൺ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ നമ്മൾ മറുനാടനെ എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇല്ല, ഞാൻ കൈരളിയുടെ പ്രവർത്തനങ്ങൾ, റിപ്പോർട്ടറിന്റെ സംപ്രേഷണങ്ങൾ, ഇതിനോടൊക്കെ എനിക്ക് ന്യൂസ് 24ന്റെ ചില ന്യൂസുകൾ, ഇതിനോടൊക്കെ എനിക്ക് വളരെ, അവർക്ക് വളരെ പേരെടുത്ത എന്ന് പറയാം. എങ്ങനെയാണ് പേരെടുത്താൽ ഏത് വിധത്തിലാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് തന്നെ കൂട്ടിച്ചേർക്കാവുന്നത്. പക്ഷെ അവര് പോലും ചില സമയത്ത് അവരുടെ ചില വാർത്തകൾ, ഇപ്പൊ അന്ന് ഞാൻ റോമിലേക്ക് പോയത് അബ്സ്കോണ്ടിങ് എന്നാണ് അവർ കൊടുത്തത്. കൈരളി കൊടുത്ത അബ്സ്കോണ്ടിങ്. എനിക്ക് ഇൻവിറ്റേഷൻ വന്നതിന് മുമ്പ് നമ്മൾ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ എന്ത് വാർത്തയും ആർക്കും കൊടുക്കാം എന്നുള്ള തലത്തിലേക്ക് മാറി. ഇപ്പം നമ്മുടെ മറുനാടൻ, അപ്പൊ അദ്ദേഹം പേരെടുത്തതുകൊണ്ട് ഞാൻ പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് തെറ്റിപ്പറ്റി, ആ വാർത്ത ഇങ്ങനെയല്ലായിരുന്നു, ആ വാർത്തയിൽ എനിക്ക് തെറ്റിപ്പറ്റി, ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ വാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതാണ് പത്രപ്രവർത്തനം, അല്ലെങ്കിൽ അതാണ് മാധ്യമധർമ്മം. ഇപ്പൊ ഇവിടെ ഇന്ത്യയില് നമ്മൾ ഇന്ത്യ വിട്ട് കഴിഞ്ഞാൽ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ 5 വർഷമാണ്. ആ 5 വർഷം നമുക്ക് അടുക്കളപ്പണിക്ക് പോലും ആൾക്കാർക്ക് കോഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഏത് ജോലിക്കും ഒരു കോഴ്സ് ഇല്ലാതെ ഇന്ത്യയിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു മൊബൈൽ കൈ കിട്ടിയാൽ എന്തുമാകാം, ആരുടെ തുണിയില്ലാത്തതും തുണി എടുത്തതുമായ രംഗങ്ങൾ ചിത്രീകരിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ഉണ്ടാക്കി ഇട്ട് ആരെ വേണം തേജോവധം ചെയ്യാം, ഇതിന് പിന്നാമ്പുറം എന്താണ്, സത്യം എന്താണെന്ന് പോലും മനസ്സിലാക്കാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അതുകൊണ്ട് മുറിപ്പെടുന്ന എത്ര ജീവിതങ്ങള്, എത്ര കുടുംബങ്ങള് സത്യം മനസ്സിലാക്കാതെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ച് എത്രയോ പേർക്ക് മാനസിക സംഘർഷങ്ങളും ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എന്തായാലും ഒരു അടിവര കുറിച്ചുകൊണ്ട് ഇതിനൊരു അറുതി വരുത്തണം എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അപ്പൊ ഇതുപോലുള്ള ചാനൽ ചർച്ചകൾ ഇനിയും ഉണ്ടാവണം, ഡിസ്കഷൻസ് വരണം, അവസാനം ഇതൊരു നിയമമായി മാറണം. അതുവരെ നമ്മുടെ ഈ നമ്മളിപ്പോ തുടങ്ങി വെച്ചിരിക്കുന്ന ഈ ആന്തോളനം അത് അവിടെ നമ്മുടെ ഒരു നിയമമായി മാറി എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു നിയമമായി മാറുന്നിടം വരെ ഇതിന്റെ ആന്തോളനം തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള, നമ്മൾ ഈ റെസ്പോൺസിബിൾ ടൂറിസം എന്നൊക്കെ പറയുന്ന പോലെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജേർണലിസം അല്ലെങ്കിൽ ഒരു മീഡിയ പ്രവർത്തനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യത എന്ന് പറയുന്നത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഒരു മൊബൈൽ ഫോൺ ഇങ്ങനെ തുറന്നു വെച്ച് മറ്റൊരാളുടെ കണ്ണീരും സങ്കടവും തകർച്ചയും ഒക്കെ അത് വിറ്റ് ഇങ്ങനെ കണ്ടന്റ് ആക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നാളെ ഒരുപക്ഷെ ആ ക്യാമറയുടെ മുമ്പിലെ ഒരു ഫ്രെയിം അല്ലെങ്കിൽ ആ ഫ്രെയിമിൽ നിൽക്കേണ്ടി വരുന്നത് നിങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം. തീർച്ചയായിട്ടും മാറ്റങ്ങൾ സംഭവിക്കട്ടെ ഈ മേഖലയിൽ. ലൈസൻസിങ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ നൂതനമായിട്ടുള്ള ചിന്താഗതികൾ, നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ. ഒപ്പം തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് അതിന് എല്ലാവർക്കും ഒരു അവകാശമുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ടുള്ള അതിർവരമ്പുകൾ കൂടി നിശ്ചയിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നു. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത അഡ്വക്കേറ്റ് ദീപ ജോസഫ്, ഒപ്പം തന്നെ ശ്രീ ജോൺസൺ കുച്ചുപറമ്പൻ, രണ്ടുപേർക്കും നന്ദി.